പത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് കാര്യങ്ങളൊക്കെ അറിയാം. മാഷിന് വിക്രത്തിനോട് ചെയ്തത് തെറ്റാണെന്നൊരു കുറ്റബോധമൊക്കെ തോന്നുന്നു. ആ സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, അതുപോലെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷാണെങ്കിൽ വിക്രത്തിനോട് പറയാണ്, ഇവിടെ വെച്ച് കള്ളം പറയാൻ പറ്റില്ല, സത്യം മാത്രമേ പറയാവൂ. എൻ്റെ മനസ്സ് കിടന്ന് തിളയ്ക്കുകയാണ്. നീ എന്നോടെങ്കിലും സത്യം പറ. നീ അന്ന് ആ തെറ്റ് ചെയ്തായിരുന്നോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പം മാഷാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. വിക്രം പറയാണ്, അച്ഛാ, ഈ ഒരു ചോദ്യം അച്ഛൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അച്ഛൻ ആരാണ് ചെയ്തതെന്ന് മാത്രം എന്നോട് ചോദിക്കൽ. മാഷ് പറയാണ്, നീ കാര്യം പറ, എനിക്ക് ഇനിയെങ്കിലും ആ സത്യം അറിയണം. ഇങ്ങനെ നീറിപ്പോഞ്ഞ് ജീവിക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനെ ഒരു ചിന്ത തന്നെ എനിക്ക് ഉണ്ടാക്കിയത് വേദയാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ സത്യം അറിയണമെന്ന് പറഞ്ഞ് മാഷ് ചോദിക്കണം. അപ്പം വിക്രം പറയണം, അച്ഛാ, ഞാൻ അന്ന് ആ തെറ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തുമില്ല. പിന്നെ അന്നത്തെ ദിവസം ഞാനത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ അച്ഛന് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് അച്ഛൻ അവമാനിക്കപ്പെട്ടേനെ. അച്ഛനെ ചിലപ്പോൾ പോലീസ് കൊണ്ടുപോയതിന് അത് ഓർത്ത് എനിക്കത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഊരാൻ പറ്റില്ല. ആ ചുഴിയിലേക്ക് അകപ്പെട്ടു പോയതാണ് ഞാൻ. ആരാ ചെയ്തതെന്ന് മാത്രം അച്ഛൻ എന്നോട് ഒരിക്കലും ചോദിക്കരുത്, ഞാനത് പറയത്തുമില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. മാഷ് മോനെന്നും പറഞ്ഞ് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ്. സങ്കടപ്പെട്ട് കരയാണ്. മാഷിൻ്റെ സങ്കടം കാണുമ്പോഴത്തേക്ക് വിക്രവും കരഞ്ഞ് മാഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നന്ദിനി ഒളിഞ്ഞിന്ന് കാണുന്നുണ്ട്. നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനിയാണെങ്കിൽ ഉടനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം വിനായകനാണെങ്കിൽ വേറൊരു സ്ഥലത്തൊക്കെ നിന്ന് ഇത് നല്ല കൊത്തുപണിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളെവിടെ ഇത് നോക്കിക്കൊണ്ടിരുന്നോ? അവിടെ കെട്ടിപ്പിടുത്തമൊക്കെ നടക്കുന്നു. ആര് കെട്ടിപ്പിടുത്തം? നീ എന്ത് ഈ പറയുന്നത് എന്ന് വിനായകൻ ചോദിക്കണം. അവിടെ അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടുത്തമൊക്കെ നടത്തുന്നത്. ആ തെറ്റ് വിക്രമല്ല ചെയ്തതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിനായകൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്ത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങളെന്തിനാ ഇപ്പം ഞെട്ടിയത്? ഏയ് ഒന്നുമില്ല, ഞാൻ ഞെട്ടിയതില്ല, നീ കാര്യം പറ. ആദ്യമാണെങ്കിൽ ഏതാണ്ട് ഹിസ്റ്ററി ക്ലാസ്സൊക്കെ അച്ഛൻ എടുക്കുന്നുണ്ട്. എന്താ കൈമുക്കുന്നതിൻ്റെ കാര്യമോ? ഇപ്പോൾ വിനായകൻ പറയാം, ആ ശുചീന്ദ്രൻ കൈമുക്ക്, അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ആ സത്യം അറിയണം, നീ തന്നെയാണോ ചെയ്തതെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമല്ല ചെയ്തതെന്ന് പറഞ്ഞ കാര്യം നന്ദിനി വിനായകനോട് പറയണം. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, ഞാൻ ഇത് കാര്യം വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്തിനാണ് ഞെട്ടിയത്? ഞാൻ ഞെട്ടിയൊന്നുമില്ല, നിനക്ക് തോന്നി? ആഹാ, നിങ്ങൾ ഞെട്ടി, എനിക്ക് ഉറപ്പാണ്, എനിക്കറിയാലോ, നിങ്ങൾ ഞെട്ടിയത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞ്, അത് മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് വേദയെ പേടിക്കുന്നത്? എന്തോ ഒരു രഹസ്യം നിങ്ങളിലുണ്ട്, എന്നോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ വിനായകൻ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം പറയാൻ വിടത്തില്ലെന്നും പറഞ്ഞ് നന്ദിനി നിർബന്ധം പിടിക്കുമ്പോൾ അവസാനം വിനായകൻ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നന്ദിനി ഞെട്ടിപ്പോകുന്നു. നന്ദിനി പറയാണ്, എൻ്റെ ദൈവമേ, നിങ്ങൾ ഇത്ര വലിയൊരു ചതിയനായിരുന്നോ? വേദയോട് എനിക്ക് ദേഷ്യമുണ്ട്, അതൊരു കുശുമ്പും അസൂയയും കൊണ്ട് മാത്രമുള്ളതാണ്. ഇനിയും ചിലപ്പോൾ ഞാൻ അതൊക്കെ അവളോട് കാണിക്കും. പക്ഷേ നിങ്ങൾ ചെയ്തതോ ആ ഒരു കുടുംബത്തെ മൊത്തമാണ് നിങ്ങൾ ചതിയിൽപ്പെടുത്തിയത്. അപ്പോൾ വിനയം പറയണം, അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയത്. പിന്നെ വിക്രം ഒരിക്കലും ഇത് പറയത്തില്ല. പിന്നെ വേദയും പറയുന്നു തോന്നില്ല. നീ നിൻ്റെ പൊട്ട ബുദ്ധിക്ക് ആരോടും പറയല്ലേ എന്ന് പറയണേ എന്ന് പറഞ്ഞ് കൈ ഊപ്പി നന്ദിനിയോട് അപേക്ഷിക്കുകയാണ്. നന്ദിനിക്കാണെങ്കിൽ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും വിനായകൻ ചെയ്തത് വലിയ തെറ്റാണ് നന്ദിനിക്കും മനസ്സിലായിട്ടുണ്ട്. സമയത്താണെങ്കിൽ കമലമ്മയും വേദയും കൂടെ അമ്പലത്തിലൊക്കെ തൊഴാൻ പോവുകയാണ്. അങ്ങനെ അവർ വിളക്കൊക്കെ വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കമലമ്മയാണെങ്കിൽ വേദയെടുത്ത് ചോദിക്കുകയാണ്, മോളെ, എൻ്റെ മോൻ വിക്രത്തിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കാണുന്ന പഴയ ആ വിക്രത്തെയാണ്. അതിനെല്ലാം കാരണം മോളാണ്. മോള് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രയും മാറ്റം അവനുണ്ടായത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന്. കമലമ്മ വലിയ സന്തോഷത്തോടെ വേദയെടുത്ത് പറയണം. വേദ പറയാണ്, അമ്മേ, വിക്രത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. അത് നമ്മൾ തട്ടിക്കുളഞ്ഞെടുത്തതേ ഉള്ളൂ. ഞാനതിന് വിക്രത്തെ സഹായിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, വിക്രം ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാറില്ല. പിന്നെ ആ ശ്രീനിവാസിൻ്റെ കൂടെ നടക്കുന്നു, ആ ഒരു തെറ്റ് മാത്രമേ വിക്രം ചെയ്യുന്നുള്ളൂ. അയാൾ പറയുന്നത് കേൾക്കുന്നു, അതാണ് വിക്രത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പവും എന്നും വേദ പറയുമ്പം കമലമ്മ പറയാണ്, മോളെ, എൻ്റെ മോൻ മലയ്ക്ക് പോയിട്ട് വന്ന് മാല ഊരിയതിന് ശേഷം നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുമോ എന്ന് ചോദിക്കണം. അപ്പം വേദയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയണം, അമ്മേ, നമ്മൾ മനുഷ്യർ പലതും കരുതും, അത് ദൈവം നടത്തിത്തരും, ഇതും നടത്തിത്തരും. അമ്മ വിഷമിക്കേണ്ട, വിക്രത്തിൽ ഇത്രയും മാറ്റം ഉണ്ടായല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലൊരു ജീവിതവും നയിക്കുമെന്ന് പറയുകയാണ്. അമ്മയും അച്ഛനും സ്വപ്നം കാണുന്ന പോലെ വിക്രം മാറി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷവുമാണ്. വേദയാണെങ്കിൽ നമ്മളെ ചന്ദനമൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാഷാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അമ്പലനടയിൽ വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ, ഇത്രയും നാൾ ഞാൻ എൻ്റെ മോനെ തെറ്റായി കരുതിയിരുന്നല്ലോ, അവനോട് ഞാൻ ചെയ്തത് പാപമായി പോയല്ലോ, ഇത്രയും നാൾ അവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് ദൂരം മാറ്റി നിർത്തിയല്ലോ പറഞ്ഞ് ദൈവത്തിനോട് ക്ഷമയൊക്കെ യാചിക്കുകയാണ്.
ഞാൻ ചെയ്ത മഹാപാപത്തിന് എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്ത്, ഇനി അവനെ ഞാൻ എങ്ങനെ ഇതിന് പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞ് മാഷ് വലിയ സങ്കടപ്പെടുന്നുണ്ട്. അമലമ്മയും വേദ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദിനിയുണ്ട്, വിനായകനുണ്ട്. നന്ദിനിക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം നന്ദിനിക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ തോന്നുന്നുണ്ടോ എല്ലാവരുടെ അടുത്തും. എന്താ വെച്ചാൽ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് എന്ന് വേദ വയ്ക്കണം. ഒന്നുമില്ല മോളെ, പക്ഷെ എന്താ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന് കമലമ്മ പറയാണ്. ഒന്നുമില്ല, എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു തോന്നൽ കമലെ, ഞാൻ എൻ്റെ മോനോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഒരു തോന്നൽ. അപ്പം കമലമ്മ ഇങ്ങനെ നോക്കണം. അതെന്താ മാഷ് ഇപ്പോൾ ഒരു തോന്നൽ? ഒന്നുമില്ല, എന്നാലും എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് അവന് അതിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അവന് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്കതിന് വേണ്ടി ഭഗവാന്റെ മുന്നിലെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എനിക്കാണെങ്കിൽ ശയന പ്രദക്ഷിണ നടത്തണം എന്ന് പറയുകയാണ് മാഷ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നു. ശയന പ്രദക്ഷിണം വെച്ചാൽ വേദന. അതേ മോളെ, എനിക്ക് ശയന പ്രദക്ഷിണം നടത്തണം. ഞാൻ എന്തെങ്കിലും പാപം അറിഞ്ഞോ അറിയാതെ ആരോടെങ്കിലും ചെയ്തെങ്കിൽ അത് പൊറുക്കണ്ടേ ദൈവത്തിൻ്റെ മുന്നിലെങ്കിലും ഞാൻ നീതി പാലിക്കണ്ടേ എന്ന് പറയാണ്. കേൾക്കുമ്പോഴേ നന്ദിനിയാണെങ്കിൽ വിനായകനെ നോക്കുന്നുണ്ട്. അപ്പോൾ മാഷിനെ അതിനൊക്കെ പാടല്ലേ മാഷെ, പാടില്ല, ഞാൻ ചെയ്യും എന്ന് പറയാണ് മാഷ്. അങ്ങനെ മാഷ് ശയനപ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് വിക്രം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ മാഷ് ശയനപ്രദക്ഷിണം തുടങ്ങിയപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പം കാണുന്നത് മാഷ് ശയനപ്രദക്ഷിണം നടത്തുന്നതാണ്. അപ്പം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഓടി വരികയാണ്. എന്നിട്ട് എന്താ അച്ഛാ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മാഷിനെ പിടിച്ച് പൊക്കുമ്പോൾ മാഷ് എണീക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മാഷ് ഇങ്ങനെ വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട്, എന്നോട് ചെയ്ത തെറ്റിന് ഇങ്ങനെയെങ്കിലും പരിഹാരം ആവട്ടെ മോനെ എന്നും പറഞ്ഞ്, എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് വിക്രത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കമലമ്മയും വേദയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കമലമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാഷിങ്ങനെ വെയ്യാതായി വിക്രത്തിൻ്റെ ദേഹത്തോട്ട് അങ്ങ് വീഴുകയാണ്. അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും മാഷ് അങ്ങ് താഴോട്ട് വീഴുവാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ച് മാഷിനെ പിടിച്ച് പൊക്കുന്നുണ്ട്. അങ്ങനെ മാഷിന് ടെൻഷനും സങ്കടമൊക്കെ താങ്ങാൻ വയ്യാതെ സുഖമില്ലാതാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.